21 സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി കർത്താവ് തരുന്നത്. ദാവീദ് എന്ന മഹാനായ രാജാവിന് വേണ്ടി അവിടുത്തെ സഭയുടെ കൊയർ പാടുന്ന പാട്ടാണ് 20ഉം 21ഉം സങ്കീർത്തനങ്ങൾ. 21 സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: രാജാവേ, അങ്ങയുടെ കൈ അങ്ങയുടെ ശത്രുക്കളെ ഒക്കെയും കണ്ടുപിടിക്കും. അങ്ങയുടെ വലം കൈ അങ്ങയെ പായിക്കുന്നവരെ പിടികൂടും. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാജാവ് ജയിക്കുന്ന മനുഷ്യൻ. നിങ്ങളെ നോക്കിയിട്ട് ഞാൻ ഇന്ന് രാവിലെ കർത്താവിൻ്റെ ആത്മാവിൽ പ്രവചിക്കുന്നു, നിങ്ങൾ ജയിക്കുന്ന മനുഷ്യനാണ്. നിങ്ങൾ ജയിക്കേണ്ട മനുഷ്യനാണ്. നിങ്ങൾ തോക്കാൻ വേണ്ടി ജനിച്ചവനല്ല. യു ആർ ബോൺ ടു വിൻ. കേട്ടിട്ടില്ലേ അങ്ങനെയുള്ള വാക്കുകൾ? ജയിക്കാൻ വേണ്ടി ജനിച്ചവൻ. വീണ്ടും ജനിച്ചവൻ അങ്ങനെയാണെങ്കിൽ തോക്കാൻ വേണ്ടി ജനിച്ചവനാണോ? ഈ ഭൂമിയിലോട്ട് ജനിച്ചു വന്ന ചില ക്രിക്കറ്റുകാരെ കുറിച്ചും ചില ഫുട്ബോളേഴ്സിനെ കുറിച്ചും ചില സിനിമാ താരങ്ങളെ കുറിച്ചും പറയുന്നു, ബോൺ ടു വിൻ. ചില ഭരണകർത്താക്കളെ കുറിച്ച് പറയുന്നു, ബോൺ ടു റൂൾ. ചില അധ്യാപകരെ കുറിച്ച് പറയുന്നു, ബോൺ ടു ടീച്ച്. ചില പ്രഭാഷകരെ കുറിച്ച് പറയുന്നു, ബോൺ ടു പ്രീച്ച്. അങ്ങനെയാണെങ്കിൽ ബോൺ അഗൈൻ ടു വിൻ ഓൾ ദി എനിമീസ് എന്ന് പറഞ്ഞുകൂടെ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീണ്ടും ജനിച്ചവൻ തോക്കാനാണോ? കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യുന്ന പ്രേക്ഷകരാണ് ഞങ്ങൾ. അതുകൊണ്ട് എനിക്കൊരു ബോധ്യമുണ്ട്, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്. ബോൺ അഗൈൻ ക്രിസ്ത്യൻസ്. തോക്കാൻ വേണ്ടിയല്ല വീണ്ടും ജനിച്ചത്. പാപത്തിന്റെ മുമ്പിൽ തോക്കയില്ല, പണത്തിന്റെ മുമ്പിൽ തോക്കയില്ല, അപവാദത്തിന്റെ മുമ്പിൽ തോക്കുകയില്ല, അപമാനത്തിന്റെ മുമ്പിൽ തോൽക്കുകയില്ല, പ്രതികൂലത്തിന്റെ മുമ്പിൽ തോക്കുകയില്ല, പരിഹാസത്തിന്റെ മുമ്പിൽ തോൽക്കുകയില്ല, ബ്ലാക്ക് മെയിലിങ്ങിന് മുമ്പിൽ തോക്കുകയില്ല, തോക്കിന്റെ മുമ്പിലും തോക്കുകയില്ല, മരണത്തിന്റെ മുമ്പിലും തോക്കുകയില്ല. മാർട്ടിൻ ലൂതറിനോട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഷ്ടതയുടെ സമയത്ത് തന്നെ സ്നേഹിക്കുന്ന ഒരാൾ ഫോൺ വിളിച്ചിട്ടില്ല, സ്നേഹിക്കുന്ന ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ലോകം മുഴുവൻ, റോം മുഴുവൻ അങ്ങേക്ക് എതിരാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട ഞെട്ടിപ്പോവും. അദ്ദേഹം തിരിച്ചു പറയുക, ഞാൻ ലോകത്തിനെതിരാണെന്ന് പോയി പറഞ്ഞേരെ. എന്താ അല്ലേ? ഇങ്ങനത്തെ വാക്കൊക്കെ കിട്ടിയ നമുക്ക് ഒരു 2-3 ആഴ്ചത്തേക്ക് എനർജിയാ. റോമൻ ഗവൺമെന്റിന്റെ മുമ്പിലൊന്നും നിൽക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. റോമൻ കത്തോലിക്ക സഭയ്ക്കകത്ത് നിന്ന് ആ സഭയിലെ അനീതിയെ ചോദ്യം ചെയ്ത് ഇറങ്ങിത്തിരിച്ച മനുഷ്യനാണ് മാർട്ടിൻ ലൂതർ. അദ്ദേഹത്തിനെതിരെ റോമ മുഴുവനും കൂടെ ചലിക്കുക, ഒന്ന് കഷണങ്ങളാക്കി കളയും. തനിക്ക് മുമ്പുണ്ടായിരുന്നവരെ കത്തിച്ചിട്ടുണ്ട്. നവീകരണം പറഞ്ഞവരെ എത്രയോ പേരെ അങ്ങനെ കത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ മാർട്ടിൻ ലൂതർ അല്പം ഭയപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് ആരോ പറയുക, ലോകം മുഴുവൻ നിനക്കെതിരാണെന്ന് അറിയാമോ? മറുപടി, ഞാൻ ലോകത്തിനെതിരാണെന്ന് പോയി പറഞ്ഞേക്കൂ.
നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും. നിന്റെ വലം കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും. ഭയങ്കര എനർജി കൊടുക്കുക രാജാവിന്, എനർജി കൊടുക്കുക രാജാവിന്. നിന്റെ കൈ അസാധാരണ ക്യാമറയ്ക്ക് തുല്യമാണ്. സകല ശത്രുക്കളെയും കണ്ടുപിടിക്കാനുള്ള കഴിവ് നിന്റെ കൈക്കുണ്ട്. കണ്ടുപിടിക്കുക മാത്രമല്ല, കീഴ്പ്പെടുത്താനും ശക്തിയുണ്ട്. പണ്ടൊരിക്കൽ ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തിയത് അവർക്ക് ഓർമ്മയുണ്ട്. ഒരു രാഷ്ട്രം മുഴുവനും കൂടെ ചേർന്ന് ഒരു മല്ലനെ, 10 അടി പൊക്കമുള്ള ഒരു മനുഷ്യനെ 6 അടി പൊക്കമുള്ള ദാവീദിനെതിരെ നിർത്തിയിരിക്കുക. ദാവീദ് കുന്തമെടുക്കാതെ, അമ്പും വില്ലും എടുക്കാതെ, ആടിനെ തീറ്റുമ്പം കൊണ്ടു നടക്കുന്ന ഒരു കല്ലും കവണിയും എടുത്തിട്ട് കർത്താവിന്റെ നാമത്തിൽ അവന്റെ നേരെ ചെന്നു. അവൻ താഴെ വീണു. സ്തോത്രം, 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 സ്തോത്രം. നമ്മൾ ജയിക്കാൻ വേണ്ടി ജനിച്ചവരാ. നമുക്ക് ജയമുണ്ട്, ഉറപ്പാണ്. നിങ്ങൾ ജയിക്കണം. പാപത്തെ, ലോകത്തെ, സാത്താനെ, പ്രലോഭനങ്ങളെ നമ്മൾ ജയിക്കും. യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ.